multiplication by scalar. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എങ്ങനെയാണ് ഒരു മെട്രിക്സിനൊക്കെ മൾട്ടിപ്പിൾ ചെയ്യുക നോക്കാം. ഇപ്പൊ എ എന്നത് എക്സാമ്പിൾ നോക്കാം. എ എന്നുള്ള മെട്രിക്സ് 1 2 3 4 5 6 ഇതൊരു 3/2 മെട്രിക്സ് ആണ്. 3 2 ഈ എ എന്നുള്ള മെട്രിക്സ് നമ്മളൊരു സ്കെയിലാർ കൊണ്ട് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താണ് 2 കൊണ്ട് ഈ എന്നുള്ള മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 2 കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? അപ്പൊ ഒരു നമ്പർ കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്കെയിലാർ കൊണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതൊരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കെയിലാർ കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കെയിലാർ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയുള്ള മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് ഓരോ എലമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ 1 into 2 മൾട്ടിപ്ലൈ 2 2 into 4 6 8 10 12 ഓരോ എലമെന്റിനെയും ആ സ്കെയിലാറിലേക്ക് മൾട്ടിപ്ലൈ. അപ്പൊ ഒരു പ്രയാസമില്ല. ഒരു കോൺസ്റ്റന്റ് ഒരു മെട്രിക്സിനെ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ ഒരു സ്കെയിലാറോട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ എലമെന്റിനെയും മൾട്ടിപ്പിൾ ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ചെറിയൊരു പ്രോപ്പർട്ടീസ് നോക്കാം. ഒരു സ്കെയിലാറാണ്. ഈ ഒരു മെട്രിക്സ് ആണ്. ഒരു രണ്ട് മെട്രിക്സ് ആഡ് ചെയ്തിട്ട് ഒരു സ്കെയിലാറുകൊണ്ട് A+B എന്നുള്ള A B അവരുടെ മെട്രിക്സ് ആണ്. ആ A+B ഒരു സ്കെയിലാറിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. K മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? A എന്ന മെട്രിക്സിന് K മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ B എന്നുള്ള മെട്രിക്സിന് K മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യും. B എന്നുള്ള മെട്രിക്സ് ഈ മെട്രിക്സിനെ K മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ A+K നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. ചെയ്യുമ്പോൾ A+B ചെയ്യും. അതങ്ങനെ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് K മൾട്ടിപ്ലൈ ചെയ്യും. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനാണ്. ഓക്കെ, ഇതാണ് പിന്നെ ഒരു കോൺസ്റ്റന്റ് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ മെത്തേഡ്. ഇനി രണ്ട് മെട്രിക്സ് തമ്മിൽ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. വളരെ പ്രയാസമില്ല. ഇനി രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക അതാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. അഡീഷൻ സബ്ട്രാക്ഷൻ ഈ പറയുന്ന സ്കെയിലാറും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി പറയാൻ പോകുന്നത് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക അതുകൂടി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇപ്പൊ ചെയ്തത് ഒരു മെട്രിക്സിനെ ഒരു നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി പറഞ്ഞ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോ നിങ്ങളുടെ കയ്യിൽ രണ്ട് മെട്രിക്സും എയും ബിയും ഈ എയും ബിയും മൾട്ടിപ്പിൾ ചെയ്യണം. ഈ രണ്ട് മെട്രിക്സും മൾട്ടിപ്പിൾ ചെയ്യണം. അങ്ങനെ വെറുതെ കയറി മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ ഇത് A into B ഇത് മൾട്ടിപ്പിൾ ചെയ്തിട്ട് A into B നിങ്ങൾക്ക് കിട്ടാം. അങ്ങനെ എല്ലാ രണ്ട് മെട്രിക്സുകളും അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാ മെട്രിക്സും മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് അല്ല. മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആവണമെങ്കിൽ ശ്രദ്ധിക്കും. ഇപ്പൊ A എന്നുള്ള മെട്രിക്സിന്റെ ഓർഡർ M/N, B എന്നുള്ള മെട്രിക്സിന്റെ ഓർഡർ N/K ആണെന്ന് വിചാരിക്കും. ഇതിന് അതിന് വേണ്ടിയിട്ട് അത് A into B ചെയ്യാറുണ്ട്. A B മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് മെട്രിക്സിന്റെ കോളം n എത്ര കോളം? n കോളം. M/N ആണെങ്കിൽ n കോളം. സെക്കൻഡ് മെട്രിക്സിന്റെ റോ N/K ആണെങ്കിൽ എത്ര കോളം? n റോസ്. ഫസ്റ്റ് മെട്രിക്സിന്റെ റോയും കോളവും ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സിന്റെ റോന്റെ എണ്ണം ഈക്വൽ ആവുകയാണെങ്കിൽ മാത്രമേ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആവുക. അതായത് AB ഡിഫൈൻഡ് ആവണമെങ്കിൽ A into B
ഡിഫൈൻഡ് ആവണമെങ്കിൽ if number of columns of A equal to number of rows of B. ഈ A എന്നുള്ള മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും B എന്നുള്ള മെട്രിക്സിന്റെ റോന്റെ എണ്ണവും ഈക്വൽ ആവണം എന്നാണ് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പറ്റൂല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് രണ്ടിന്റെ ഓർഡർ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റും ഇതിന്റെ ഫസ്റ്റും സെയിം ആയാൽ തന്നെ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇത് രണ്ട് സെയിം ആവണം. അങ്ങനെ ഇത് രണ്ട് സെയിം ആണെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ചെയ്യാം. മൾട്ടിപ്പിൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് A ആ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് ബാക്കിയുള്ളതായിരിക്കും. ഇതായിരിക്കും M/K എന്നായിരിക്കും. രണ്ടും ഒഴിവാക്കിയിട്ടുള്ളതായിരിക്കും M/K എന്നായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. എല്ലാവരും ശ്രദ്ധിക്കും. ഇപ്പൊ A എന്നുള്ള മെട്രിക്സിന്റെ ഓർഡർ 3/2, B എന്നുള്ള മെട്രിക്സിന്റെ ഓർഡർ 3/4. ഈ AB ഡിഫൈൻഡ് ആണോ? A മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും. AB ഡിഫൈൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റത്തെ കോളം സെക്കൻഡത്തെ റോ ഇത് രണ്ട് ഈക്വൽ ആണ്. അവിടെ ഈക്വൽ അല്ല. എങ്ങനെ എടുത്താൽ ഈക്വൽ ആവണം, അതിവിടെ ഈക്വൽ അല്ല. അവർ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റില്ല. ഇനി ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഓർഡർ 3/2, ഇതിന്റെ ഓർഡർ 2/4. ഇത് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുമോ? മൾട്ടിപ്പിൾ ചെയ്യാം. ഇത് രണ്ട് സെയിം ആണ്. ഇതിന്റെ കോളം ഇതിന്റെ റോയും ഈക്വലാണ്. ഇതിന്റെ കോളം ഇതിന്റെ റോയും ഈക്വലാണ്. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ചെയ്യും. അങ്ങനെ ഇത് മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് ആണ് A ചെയ്താൽ ഒരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് ബാക്കിയായിരിക്കും 3/4. ഇനി ഇതെങ്ങനെയാണ് രണ്ട് മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. രണ്ട് മെട്രിക്സ് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഈ രണ്ട് മെട്രിക്സ് നമുക്ക് എപ്പോഴാണ് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുക അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, രണ്ട് മെട്രിക്സ് എപ്പോഴാണ് മൾട്ടിപ്പിൾ ചെയ്യുക, രണ്ട് മെട്രിക്സ് എല്ലാവരുമായി മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുമോ എന്നതിനെ കുറിച്ചാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഇപ്പൊ ഏതൊരു മെട്രിക്സ് ഉണ്ട് തൊട്ട് മുന്നേ പറഞ്ഞത് നമ്മള് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒരു മെട്രിക്സിന് ഇങ്ങനെ സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് കുറച്ച് മുന്നേ പറഞ്ഞത്. ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞത് ഒരു മെട്രിക്സിന് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാറുള്ളത്. ഇനി പറയാൻ പോകുന്നത് രണ്ട് മെട്രിക്സുകൾ ഇതുവരെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞത്. ഇനി രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ എയും ബിയും രണ്ട് മെട്രിക്സ് ഉണ്ട്. ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുക? എല്ലായ്പ്പോഴും മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും. ഇനി മൾട്ടിപ്പിൾ ചെയ്യാണെങ്കിൽ എപ്പോഴൊക്കെയാണ് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുക എന്നുള്ള കേസുകളാണ് പറയുന്നത്. അപ്പൊ എ എന്നുള്ള മെട്രിക്സ് ബി എന്നുള്ള മെട്രിക്സ് രണ്ട് മെട്രിക്സ് ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്യണം. ഇതിന്റെ ഓർഡർ M/K ആണ് വിചാരിക്കുന്നത്. ഇതിന്റെ ഓർഡർ M/K M/L. ഇതിന്റെ ഓർഡർ N/K. അപ്പൊ ഈ രണ്ട് മെട്രിക്സ് ഉണ്ട്. ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ A into B ഡിഫൈൻഡ് ആവണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിന്റെ റോന്റെ എണ്ണവും എന്താവണം? ഈക്വൽ ആവണം. ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിന്റെ റോന്റെ എണ്ണവും ഈക്വൽ ആവണം. എന്നാലാണ് എയും ബിയും മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിലേക്ക് ചോദിക്കട്ടെ, എന്തെങ്കിലും മിസ്റ്റേക്ക് വേണ്ടി പറയണം. കാരണം കുട്ടികളില്ല, പിന്നെ ഞാൻ ക്യാമറ ഞാൻ പറയാണ് നല്ല ചൂടും കൂടെ. അപ്പോ എന്താ പറയാ, എന്തെങ്കിലും ഒരു ആഫ്റ്റർനൂണാണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാണെങ്കിൽ ഡിസ്കഷൻ പറയണം, ഞാൻ നോക്കും. എന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലാസ്സിലാകുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് എന്താ പറയുക, എന്തെങ്കിലും എഴുതുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം കുട്ടികൾ വിളിച്ച് പറയാറ്. അപ്പൊ ഇതാകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരാണെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം ഡിസ്കഷനിൽ. അപ്പൊ ഡിഫറെന്റ് ആവുന്നതാണ് number of columns of A, number of rows of B same ആണ്. അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിന്റെ റോന്റെ എണ്ണവും ഈക്വൽ ആയാൽ തമ്മിൽ മാത്രമേ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്താൽ A into B അങ്ങനെ രണ്ട് ഈക്വൽ ആയി, നമ്മൾ ഈക്വൽ ഉള്ളതാണ് എടുത്തത്. അപ്പൊ ഇവിടെ രണ്ട് ഇവിടെ എണ്ണമാണ്, രണ്ട് ഈക്വൽ. അതായത് ഇങ്ങനെ നോക്കിയാൽ മതി, ഇവിടുത്തെ റോ ഇവിടുത്തെ കോളം, ഇവിടുത്തെ കോളം ഇവിടുത്തെ റോ, ഇത് രണ്ട് ഈക്വൽ. ഇത് രണ്ട് ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണം M/N എന്ന് പറഞ്ഞാൽ കോളത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ N/K എന്ന് പറഞ്ഞാൽ റോന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ N. ഇത് രണ്ട് സെയിം ആയാല് നിങ്ങൾ രണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് A into B, മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് M/, ഈ ബാക്കിയുള്ളത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ ഈ ബാക്കിയുള്ളത് M/K. അപ്പോ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളം സെക്കൻഡ് മെട്രിക്സിന്റെ റോന്റെ ഈക്വൽ മാത്രമേ രണ്ട് മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ആവും. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റും ഇതുമായിരിക്കും M/K. രണ്ടും ഒഴിവാക്കിയ ബാക്കിയുള്ളത് M/K. ഓക്കെ, ഈ മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പൊ ഒരു എക്സാമ്പിൾ കൊടുക്കാം. A എന്നുള്ളത് 1 2 3 4 2 1. B എന്നുള്ളത് 1 2 2 3. രണ്ട് മെട്രിക്സ്. അപ്പൊ എന്റെ ചോദ്യം, A B മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഏത് ഡിഫൈൻഡ് ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഓർഡർ എടുക്കാം. ഇതൊക്കെ എത്ര റോ ആണുള്ളത്? 3 റോ. എത്ര കോളം? 2 കോളം. ഇതെത്ര റോ ആണ്? 2 റോ. എത്ര കോളം? 2 കോളം. ഇതിന്റെ കോളത്തിന്റെ എണ്ണം, ഇതിന്റെ റോന്റെ എണ്ണം, ഇതിന്റെ ലാസ്റ്റ് ഇതിന്റെ ഫസ്റ്റ് ഈക്വൽ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് രണ്ട് ഈക്വൽ ആണ്. ഇതും 2 ആണ്. ഇതിന്റെ കോളത്തിനാണെങ്കിൽ ഇതിന്റെ റോന്റെ എണ്ണം 2. അങ്ങനെയാണെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ചെയ്യും. മൾട്ടിപ്പിൾ ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 3/2 നൽകും. 3 റോയും 2 കോളം ഉണ്ടാവും. 3/2 ഇത് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടും. ഇത് രണ്ട് മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് ആണ് കിട്ടുക. ആ മെട്രിക്സ്, ആ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള 3/2. അതിനെങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുക? അടുത്ത ക്വസ്റ്റ്യൻ. ഇത് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യുക? അപ്പൊ ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് മെട്രിക്സിന്റെ റോസ് എടുക്കും, സെക്കൻഡ് മെട്രിക്സിന്റെ കോളംസ് എടുക്കും. ആദ്യം A ഇൻഡിക്കേറ്റ് ചെയ്തൊരു മെട്രിക്സ് ആണ് കിട്ടുക. അതിന്റെ ഓർഡർ നമ്മൾ 3/2 ആണ് വരിക. 3 കോളം ഉണ്ടാവും, 2 കോളം ഉണ്ടാവും. 3/2 എന്നാൽ 6 എലമെന്റ്സ് ഉണ്ടാവും. അത് എങ്ങനെയാണ് എഴുതുക, അത് എങ്ങനെയാണ് കാണാനുള്ളതാണ് പറയുന്നത്. അപ്പൊ A into B ചെയ്യണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ എന്തെടുക്കുക? റോ എടുക്കുക. സെക്കൻഡ് മെട്രിക്സിൽ എന്തെടുക്കുക? കോളം എടുക്കുക. ആദ്യം ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ. സെക്കൻഡ്
മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം. ഓക്കെ, സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം. അപ്പൊ ഫസ്റ്റ് മെട്രിക്സിന്റെ റോസ് കാണില്ല, ഫസ്റ്റ് കോളം. ഇങ്ങനെ സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എടുത്തിട്ട് എന്താ ചെയ്യുക? ഇതിന്റെ ഫസ്റ്റ് റോയിൽ ഇതിന്റെ ഫസ്റ്റ് കോളം എടുത്തിട്ട് ഇതിന്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് വന്ന് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് വന്ന് സെക്കൻഡ് എലമെന്റ്. ഇതിന് ഫസ്റ്റ് എലമെന്റ് ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ കറസ്പോണ്ടിങ് എലമെന്റ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതിന് കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. അപ്പോൾ നോക്കാം, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് വന്ന് ഇവിടെ ഫസ്റ്റ് കോളത്തിൽ വന്ന് അപ്പോൾ ഫസ്റ്റ് എലമെന്റ് വന്ന് അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 into 1. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് 2, ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലമെന്റ് 2 അത് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ആഡ് ചെയ്യും. എന്നിട്ട് എത്ര ഉണ്ട് അത്രയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്യും. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് സെറ്റിൽ എപ്പോഴും ഓണുണ്ട്. ആ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് എലമെന്റുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് എലമെന്റുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒക്കെ എത്ര നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അവർക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. ഈ ഒരു കേസ് രണ്ടെണ്ണം, ചില കേസ് കുറെ ഉണ്ടാവും, അവർക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് എവിടെയാണ് എഴുതേണ്ടത്? നമുക്ക് കിട്ടുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളം. ഇനി ഇവിടെ ഫസ്റ്റ് കോളം ഇനി ഫസ്റ്റ് കോളം ഇനി സെക്കൻഡ് കോളം. അപ്പൊ ആദ്യം ഫസ്റ്റ് റോ എടുത്തിട്ട് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം. ഇനി അങ്ങോട്ടേക്ക് കോളം ഉണ്ടെങ്കിൽ ആ കോളങ്ങളൊക്കെ എടുത്ത് ഓരോന്നും ചെയ്യും. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് എന്ത് കിട്ടുന്നത്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഉണ്ട്. അപ്പൊ ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൽ എഴുതും. അപ്പൊ ഇത് 1 2 സെക്കൻഡ് കോളത്തിൽ 2 3 1 2 ഇവിടെ 2 3 ഇവിടെ. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് എലമെന്റ് 1 ഫസ്റ്റ് എലമെന്റ് 2 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് 2 സെക്കൻഡ് കോളത്തിലെ സെക്കൻഡ് എലമെന്റ് 2. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 into 2 plus 2 into 2. നമ്മൾ എവിടെ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളം. അപ്പൊ ഫസ്റ്റ് റോ ആൻസർ എവിടെ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളം. ഇനി ഈ ക്വസ്റ്റ്യൻ വേറെ ക്വസ്റ്റ്യൻ വെച്ചോ. ഈ പറഞ്ഞിട്ട് കുറെ കോളങ്ങൾ ഉണ്ടല്ലോ. ഫസ്റ്റ് റോ എടുക്കാം, ഇനി അടുത്ത കോളം എടുക്കാം, സെക്കൻഡ് റോ തേർഡ് കോളം എടുക്കാം. പക്ഷേ തേർഡ് കോളം ഇല്ല, അവിടെ അവിടെ നിർത്താം. അപ്പൊ ഫസ്റ്റ് കോളം നിർത്താം. ഫസ്റ്റ് റോ വെച്ചിട്ട് എല്ലാ കോളവും വെച്ച് ചെയ്യും. ഫസ്റ്റ് റോ അനുസരിച്ച് എല്ലാ കോളും വെച്ച് ചെയ്യും. അതെ, ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. ഇനി ഫസ്റ്റ് റോ കഴിഞ്ഞു, ഇനി സെക്കൻഡ് റോ എടുക്കും. അതേ രീതിയിൽ സെക്കൻഡ് റോ എടുത്തിട്ട് എല്ലാ കോളും വെച്ച് ചെയ്യാം. എന്നിട്ട് അതേ ക്വസ്റ്റ്യൻ ചെയ്ത് ഇപ്പൊ സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആണെങ്കിൽ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് റോയിൽ ആൻസർ ചെയ്യും. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോൾ, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോൾ. എന്നിട്ട് ഫസ്റ്റ് എലമെന്റ് ഇവിടെ 3 ഇവിടെ മാറും, സെക്കൻഡ് എലമെന്റ് 4 ഇവിടെ 2. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുക, കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. 1 into 3 plus 4 into 2. This second row, second column. Corresponding to multiply that. Come to 3 into 2 plus 4 into 2. About every in the second row, second column which is equal second row is second column answer. This second row which is all column ചെയ്യാം. അത് കഴിഞ്ഞിട്ട് third row which ചെയ്യാം. Third row first row which ചെയ്യാം, second row which ചെയ്യാം, third row which ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ third row 2 ആണ്. അത് ഫസ്റ്റ് റോ വെച്ച് ചെയ്യാം. കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ആഡ് ചെയ്യാം. 2 into 1 plus 1 into 2. Third row second row വെച്ച് മൾട്ടിപ്ലൈ ആഡ് ചെയ്യാം. കറസ്പോണ്ടിങ് എലമെന്റ് 2 into 2 plus 1 into 2. മനസ്സിലായില്ലേ? ആ 2-3 എക്സാമ്പിൾ എഴുതി വന്നത് റെഡിയാവും. അപ്പോൾ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ മെട്രിക്സിന്റെ റോസ് എടുക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആണെങ്കിൽ ആദ്യത്തെ മെട്രിക്സിന്റെ റോസ് എടുക്കാം, സെക്കൻഡ് മെട്രിക്സിന്റെ കോളംസ് എടുക്കാം. അങ്ങനെ ആദ്യത്തെ റോ വെച്ചിട്ട്
എല്ലാ കോളും വെച്ച് ചെയ്യും. സെക്കൻഡ് റോ വെച്ചിട്ട് എല്ലാ കോളും വെച്ച് ചെയ്യും. തേർഡ് റോ വെച്ചിട്ട് എല്ലാ കോളും വെച്ചിട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ഇത് മൾട്ടിപ്ലൈ കാര്യം 1 + 4 5 2 + 6 8 3 + 8 11 6 + 12 18 2 + 2 4 4 + 3 7. കേട്ടോ, ഇതിന്റെ ഓർഡർ 3/2. ഞാൻ അവിടെ പറഞ്ഞില്ലേ, ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്ത് സെയിം ആണോ, കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ ഇതായിരുന്നു പറഞ്ഞത് 3/2 ആയിരിക്കും. ക്ലിയർ ആയിട്ടില്ല? ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, റെഡി ആവും. ഒരു എക്സാമ്പിൾ നോക്കാം. 1 2 1 0 3 1 2 1 1 B 1 3 0 0 1 2 3 1 2. എന്റെ ചോദ്യം, A B കാണാൻ, A into B കാണാൻ. അപ്പോൾ A B ഡിഫൈൻഡ് ആണെന്നാണ് എന്റെ ചോദ്യം. A into B ഡിഫൈൻഡ് ആണ്. അപ്പൊ A എന്ന മെട്രിക്സിൽ ഓർഡർ നോക്കാം 3/2. B എന്ന മെട്രിക്സിൽ ഓർഡർ നോക്കാം 3/2. അപ്പൊ രണ്ട് മെട്രിക്സിന്റെ ഓർഡർ, ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ 3/3, സെക്കൻഡ് മെട്രിക്സിന്റെ ഓർഡർ 3/3. ഓക്കെ, 3/1. അപ്പൊ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിന്റെ റോന്റെ എണ്ണവും ഈക്വൽ ആണോ ആണ്. അതായത് 3 3 ആണ്. അങ്ങനെ ഇത് മൾട്ടിപ്പിൾ ചെയ്യാൻ ഡിഫൈൻഡ് ആണ്. അപ്പൊ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3/3 ആണ്. അത് എങ്ങനെയാണ് ഇത് മൾട്ടിപ്പിൾ ചെയ്യുന്നത്? ഫസ്റ്റ് മെട്രിക്സിന്റെ റോസ് എടുക്കുക, സെക്കൻഡ് മെട്രിക്സിൽ കോളംസ് എടുക്കുക. ആ ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ വെച്ചിട്ട് എല്ലാ കോളവും ചെയ്യുക. ഫസ്റ്റ് റോ വെച്ചിട്ട് ഫസ്റ്റ് കോളം വെച്ച് ചെയ്യുക, ഫസ്റ്റ് റോ വെച്ച് സെക്കൻഡ് കോളം വെച്ച് ചെയ്യുക, ഫസ്റ്റ് റോ വെച്ച് തേർഡ് കോളം വെച്ച് ചെയ്യുക. അത് കഴിഞ്ഞ എല്ലാ കോളും കഴിഞ്ഞതിന് ശേഷം പിന്നെ സെക്കൻഡ് റോ വെച്ച് ഫസ്റ്റ് കോളം വെച്ച് ചെയ്യുക, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം വെച്ച് ചെയ്യുക, പിന്നെ തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം വെച്ച് ചെയ്യുക. അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ആക്കുക. ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളം എടുക്കുക, എന്നിട്ട് അതിന്റെ ആദ്യത്തെ സെക്കൻഡ് തേർഡ് എലമെന്റിന് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക. എന്നിട്ട് എവിടെ എന്ത് ചെയ്യുക? ആൻസർ മെട്രിക്സ് ആയിരുന്നു. ആ മെട്രിക്സിൽ എവിടെ ചെയ്യുക? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എടുക്കുക, ആൻസറിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എടുക്കുക. മനസ്സിലായില്ലേ? അപ്പോ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 2 1 അത് 1 0 പ്രൈം കറസ്പോണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൾട്ടിപ്ലൈ ആഡ്. First row, first row. 1 1 1 into 1 plus 2 into 0 plus 1 into 3. Now first row 3. This first row second row is 3. 1 into 3 plus 2 into 1. So 2 into 1. 1 into 1. Okay, ini first row, third row, 1 into 0. Second element, 2 into 2 plus 1 into 3. That is first row, third row, first row, third row. First row, third row. This column first row is this first row is second row is ഫസ്റ്റ് റോ വെച്ച് ഓരോ കോളം ചെയ്ത മാതിരി സെക്കൻഡ് റോ വെച്ചിട്ട് ഓരോ കോളം ചെയ്യും. അപ്പൊ 0 into 1 പ്ലസ് 3 into 0. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 1 into 3. ഇനി സെക്കൻഡ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ വെച്ച് ഓരോ കോളം വെച്ചിട്ട് പിന്നെ സെക്കൻഡ് റോ വെച്ച് ഓരോ കോളം വെച്ചിട്ടില്ല, പിന്നെ തേർഡ് റോ വെച്ച് ഓരോ കോളം വെച്ചിട്ടില്ല. This second row is second column.
0 into 3 into 1, 1 into 1. அடுத்து second row, third row, 0 into 0, 3 into 2, 1 into 2. Third row, first column. This third row is the operation. Third row, first row, third row, second row, third row, third row, third row. But third row is first column. 2 into 1, 1 into 0, 1 into 2 into 3, 1 into 1, 1 into 1. Discussion about 2 into 1, 1 into 0, 1 into 3, 2 into 3, 1 into 1, 1 into 1, 2 into 0, 1 into 2, 1 into 2, 2 into 0, 1 into 2, 1 into 2. Okay. First, third row, first column is taken, third row, second column is taken, third row, third column is taken. ഇനി 7 ഇവിടെ 1 plus 0 plus 3, 4. 3 plus 2, 5 plus 1, 6. 4 plus 3, 7. 0, 0, 3. 0, 3, 1, 4. 6 to 8. 2, 3, 5. 6, 2, 1 more, 1, 2, 6, 8. 2 plus 2, 4. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിൽ ഓർഡർ 3/3 ഞാനപ്പോൾ പറയാം ബാക്കി കാര്യത്തിൽ ഓർഡർ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ റെഡി ആയെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ചെയ്തതുപോലെ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് റെഡിയാവും. ഓക്കെ, ഇത് മനസ്സിലായത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. മാട്രിക്സ് എക്സ് ആൻഡ് വൈ. ഫൈൻഡ് മാട്രിക്സ് എക്സ് ആൻഡ് വൈ is x plus y equal to is x plus y equal to 5209 5209 x minus y equal to x minus y equal to 360 minus 1 360 minus 1 x plus y equal to 5209 x minus y 360 minus 1 അങ്ങനെയാണെങ്കിൽ ആ x എന്നുള്ള മാട്രിക്സ് x എന്നുള്ള മാട്രിക്സും y എന്നുള്ള മാട്രിക്സും ഇങ്ങോട്ട് കാണാൻ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. x plus y 520 ആണ്. x minus y 360 minus 1 ആണ്. അങ്ങനെയാണെങ്കിൽ മാട്രിക്സ് x എന്താ y എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ രണ്ട് മാട്രിക്സിന്റെ ഇക്വേഷൻ 1 ആക്കുക, ഇക്വേഷൻ 2 ആണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു മാട്രിക്സും ഒരു മാട്രിക്സ് 1, 2, 3, 4 പ്ലസ് 1 ഇത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു മാട്രിക്സും തമ്മിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആ മാട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇതേ ഓർഡറിൽ മാട്രിക്സ് ആണ് നേരത്തെ പറഞ്ഞു. ഇങ്ങനെ ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്താൽ കിട്ടുന്നതും ഇതേ ഓർഡറിൽ മാട്രിക്സ് ആയിരിക്കും. അപ്പൊ എക്സും വൈ ആഡ് ചെയ്ത മാട്രിക്സ് എക്സും വൈ അത് മാട്രിക്സ് ആയിരിക്കും, ഇതേ ഓർഡറിലെ മാട്രിക്സ് ആയിരിക്കും. കേൾക്കുക. ഇപ്പൊ 1, 2, 3, 4 2, 3,
4 5. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ രണ്ടിന്റെ ഓർഡർ സെയിം ആണ്. ആഡ് ചെയ്യാം. ഇപ്പൊ എങ്ങനെ ആഡ് ചെയ്യാം? കറസ്പോണ്ടിങ് എലമെന്റ് തമ്മിൽ ആഡ് ചെയ്യാം. 1 2 3 2 3 5 3 4 7 4 5 9. അങ്ങനെ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? ഈ ആഡ് ചെയ്ത മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? സെയിം ആണ്. എല്ലാവർക്കും നോമാണ്. അപ്പൊ ഈ എക്സും വൈയും രണ്ടും ആഡ് ചെയ്തിട്ട് ഒരു മെട്രിക്സ് ആണ്. അപ്പൊ എക്സും വൈയും ഒരു മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഈ എക്സ് എന്താ പറയുന്നത് കണ്ടെത്തും. അതിന്റെ എക്സും വൈയും രണ്ട് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ എന്നത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. ഇക്വേഷൻ 1 2 ചെയ്യും. ഇക്വേഷൻ 1 + 2 ചെയ്യും. ഓക്കെ, അപ്പൊ എക്സും എക്സും എന്താ പറയുക? 2x പ്ലസ് വൈ മൈനസ് വൈ ക്യാൻസൽ. ഇനി ഇത് രണ്ടും തമ്മിൽ ആഡ് രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാൻ എനിക്കറിയാം. കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് 5 3 8 2 6 8 രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാൻ അറിയാം. 5 3 8 കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. സെയിം ഓർഡർ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 0 0 0 9 -1 8. X is equal to it 2 raised to upon the 1/2 8 8 0 8. Okay. In it, the 1/2 കൊണ്ട് ഈ മാട്രിക്സിലോട്ട് മൾട്ടിപ്ലൈ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാ എലമെന്റിനും വേണ്ടി മൾട്ടിപ്ലൈ. അപ്പോൾ 8 × 1/2 4 8 × 1/2 4 8 × 0 × 1/2 0 8 × 1/2 4. ഇതാണ് എക്സ് എന്നുള്ള മാട്രിക്സ്. ഓക്കെ, ഇനി y എന്നുള്ള മാട്രിക്സ് കിട്ടണം. അപ്പോൾ രണ്ട് ഇക്വേഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. Equation 1 minus 2. X minus ചെയ്താൽ 0. Y minus 1 2y. ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൈനസ് ചെയ്യും. കറസ്പോണ്ടിങ് എലമെന്റ്സ് മൈനസ് ചെയ്യും. 5 minus 3 2 2 minus 6 minus 4 0 minus 0 0 9 minus minus 1 10 2 upper the 1 equal to 1/2 2 minus 4 1/2 ഉള്ളത് മൾട്ടിപ്ലൈ 1 minus 2 0 5. അപ്പോൾ y എന്നുള്ള മെട്രിക്സ് മൾട്ടിപ്ലൈ ഒന്ന് ജസ്റ്റ് നോക്കാം. X എന്നുള്ള മെട്രിക്സ് 4 4 0 4 4 0 4 എന്നെഴുതി. മറ്റൊരു കിട്ടി 1 minus 2 0 5. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടീസ് ഓഫ് Properties of matrix multiplication. Properties of matrix multiplication. Properties of matrix multiplication. അതായത് രണ്ട് മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് പ്രോപ്പർട്ടീസ്. Not commutative. അതായത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. എബിയും ബിയെയും കണ്ടാൽ എന്താവണമെന്നില്ല, ഈക്വൽ ആവണമെന്നില്ല, എപ്പോഴും ഈക്വൽ ആവണമെന്നില്ല. എബിയും ബിയെയും കാണുമ്പോൾ എപ്പോഴും എന്താവണമെന്നില്ല, ഈക്വൽ ആവണമെന്നില്ല. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു ബി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ ബി ഇൻറ്റു എയും ബിയും അത് എ പ്ലസ് ചെയ്ത്
ചെയ്യുന്നത് പോലെ എ പ്ലസ് ബി ബി പ്ലസ് എയും സെയിം ആണ്. അതുകൊണ്ട് എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷെ അത് രണ്ടും ഈക്വൽ ആവണമെന്നില്ല. ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. എ ബിയും ബി എയും ഈക്വൽ ആവണമെന്നില്ല. അപ്പൊ എപ്പോഴും ഈക്വൽ ആവുന്നില്ല. ചില കേസുകൾ നമുക്ക് ഈക്വൽ വരാം. പക്ഷെ ഇത് കമ്മ്യൂട്ടേറ്റീവ് എന്ന് കൂടെ പറയാൻ പറ്റുള്ള നമുക്ക്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും എപ്പോഴും എന്താവണം, ഈക്വൽ ആവണം എന്നതാണ് എ ബി ബി എ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ എപ്പോഴും ഈക്വൽ അല്ല. ഇതിപ്പോ എപ്പോഴും ഈക്വൽ അല്ലാത്തതുകൊണ്ട് എ ബിയും ബി എയും എപ്പോഴും ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് എ ബി ബി എ ഈക്വൽ അല്ല എന്നുള്ളത് കാണാം. അപ്പൊ നമുക്ക് എക്സാമ്പിൾ അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഐഡിയാസ് അപ്പറാണ്. 1 2 3 4 2 by 2 matrix. B 1 2 3 4 1 0. ഇത് 2 by 3 matrix. अब ए बी കാണാൻ പാടില്ല. എ ബി എന്ന് പറഞ്ഞാൽ കാണണമെങ്കിൽ എ ഇൻറ്റു ബി ചെയ്യണമെങ്കിൽ ഫസ്റ്റത്തെ കോളവും സെക്കൻഡത്തെ റോയും ഈക്വൽ ആവണം. ഫസ്റ്റത്തെ കോളവും സെക്കൻഡത്തെ റോയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ എ ഇൻറ്റു ബി ചെയ്യാൻ പറ്റൂ. അപ്പൊ എ ബി ഇത് രണ്ടും ഈക്വൽ ആവും. അപ്പൊ ചെയ്തിട്ട് കിട്ടുന്ന മാട്രിക്സിന്റെ ഓർഡർ 2 by 3 ആയിരിക്കും. 2 by 3 എന്നായിരുന്നു ചെയ്ത് കിട്ടുന്ന മാട്രിക്സിന്റെ ഓർഡർ. 2 by 3. അത് ബാക്കിയുള്ളത് അപ്പൊ എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാം? ഫസ്റ്റ് റോ corresponding element multiply the area 1 into 1 plus 2 into 4. First row, second row. First row, third row. Corresponding element multiply the area. This second row, first row. Second row, second row. Second row, third row. How are you? 1 plus 8, 9. 2 plus 2, 4. 3 plus 0, 3. 3 plus 16, 19. 6 plus 4, 10. Next, 2. अब A into B ചെയ്താൽ നിങ്ങൾക്ക് A B ഡിഫൈൻഡ് ആണ്. A B ക്യാൻസൽ ചെയ്യും. ഇനി നിങ്ങളോട് B യെ കാണാൻ പറഞ്ഞു. B യെ ഡിഫൈൻഡ് ആവുന്ന ആള് നോക്കണം. അപ്പൊ B ന്റെ ഓർഡർ എഴുതി 2 by 3. എന്റെ ഓർഡർ എഴുതി 2 by 3. B into A ചെയ്യാൻ പറ്റുമെങ്കിൽ ബിയുടെ കോളത്തിന്റെ എണ്ണം എന്റെ റോന്റെ എണ്ണം ഈക്വൽ ആവണം. ഇവിടെ ഈക്വൽ അല്ല. അപ്പൊ ബി എ ഡിഫൈൻഡ് അല്ല. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് മനസ്സിലായത് എന്തുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നുള്ളത് മനസ്സിലായത്. ഇവിടെ ഡിഫൈൻഡ് അല്ല. ഡിഫൈൻഡ് ആവുമ്പോൾ ഇവിടെ ബി എ ഡിഫൈൻഡ് അല്ല. അപ്പൊ എ ബിയും ബി എയും എപ്പോഴും എന്തല്ല, എ ബി ബി എയും എന്തല്ല എപ്പോഴും ഈക്വൽ
ഈക്വൽ അല്ല, അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. അഡീഷണൽ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഈക്വൽ ബി പ്ലസ് എ, അത് അഡീഷണൽ കമ്മ്യൂട്ടേറ്റീവ്. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ എ ബി ബി എ ഈക്വൽ ആണ്, അപ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ക്ലിയർ ആണ്? ഇനി കാര്യങ്ങൾ പറയുമ്പോൾ ഇനി എപ്പോഴാണ് ഇത് എപ്പോഴെങ്കിലും ഈക്വൽ ആവോ? എ ബി ബി എ എപ്പോഴെങ്കിലും ഈക്വൽ ആവോ? അപ്പോ രണ്ട് സ്ക്വയർ ആണെങ്കിൽ സാധനം ഈക്വൽ ആവില്ല. എ 1 2 3 4 ബി 1 1 0 1. അപ്പൊ ഇത് രണ്ടും ഒരേ സെയിം ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആയിട്ട് ഈക്വൽ ആവാൻ ചാൻസ് ഇല്ലേ? നോക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആവും ചെയ്യുന്നത് ഇത് 2/2 മൾട്ടിപ്ലൈ ചെയ്യാം. എ ബി ഇത് ഞാൻ ചെയ്തു, ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം രണ്ട് സെയിം ആണ്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓർഡർ 2/2 എടുക്കും. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ആഡ് ചെയ്യാം. ഫസ്റ്റ് കോളാണ് 1 1 plus 2 into 0 and 1 into 1 plus 2 into 1 and 3 into 1 plus 4 into 0 and 3 into 1 plus 4 into 1 3 into 1 plus 4 into 0 3 into 1 plus 4 into 1. Now answer 1 3 3 7. ഇനി അടുത്ത ബി എ. ബി എ ചെയ്യുമ്പോൾ ആദ്യം ബി എ എഴുതിയിട്ടുണ്ട്. ചെയ്തു പോകുമ്പോൾ തെറ്റിപ്പോണ്ട് 1 1 0 1. 1 2 3 4. ഓർഡർ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ട് സെയിം ആണ്. അപ്പൊ ബി എ കാണാൻ പറ്റും. ബി എ ഡിഫൈൻഡ് ആണ്. കിട്ടുന്നതിൻ്റെ അപ്പോൾ രണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്തു. ബി ഇൻറ്റു എ. ബിയുടെ ഫസ്റ്റ് റോ, എയുടെ ഫസ്റ്റ് റോ. അപ്പോൾ ഫസ്റ്റ് രണ്ടെണ്ണം മൾട്ടിപ്ലൈ ഫസ്റ്റിൻ്റെ പോലെ സെക്കൻഡിൻ്റെ റോ കൊടുക്കാം. 1 into 1 1 into 1 into 2 1 into 4 0 into 1 plus 3 into 1 into 1 into അത് 0 into 2 plus 1 into 4 6 3 4. ബി എ ഡിഫൈൻഡ് ആണ്, എ ബി ഡിഫൈൻഡ് ആണ്. പക്ഷെ എ ബി ബി എ ഇവിടെന്നല്ല ഈക്വൽ അല്ല. ഇങ്ങനെ ഈക്വൽ ആണ്. അപ്പോ എ ബി ബി എയും ഡിഫൈൻഡ് ആണ്, പക്ഷെ രണ്ട് ഈക്വൽ അല്ല. ഇനി എപ്പോഴാണ് ഈക്വൽ ആവുക അത് അന്വേഷിച്ചില്ലാന്നല്ലേ. ഓക്കെ നോക്കാം. ഇപ്പൊ എ എന്നുള്ളത് 1 0 0 2. ബി എന്നുള്ളത് 3 0 0 1. ഇത് രണ്ട് ഡയഗ്രാം മെട്രിക്സ്. ഡയഗ്രാം മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റ് എല്ലാത്തതൊക്കെ എന്താവും? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റ് എല്ലാത്തതൊക്കെ 0 ആവുകയാണെങ്കിൽ നമുക്കതിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ. ഇനി ഇത് ഓർഡർ 2/2. ഇതിൽ ഓർഡർ 2/2. ഏത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇതും ഇതും ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം. നേരത്തെ മൾട്ടിപ്ലൈ ചെയ്തത് കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ആയ 1 into 3 0 into 0. ഫസ്റ്റ് റോ സെക്കൻഡ് റോ 1 into 0 0 into 0 into 0 into 0 plus 2 3 0 0 2. ഇനി അടുത്ത ബി എ. ഇതിൽ 2/2. ഇത് 2/2. ഇത്
രണ്ട് സെയിം ആണ് മൾട്ടിപ്പിൾ ചെയ്യാം. ബി എ 3 into 1 0 into 0 3 into 0 0 into 2 0 into 1 1 into 0 0 into 0 1 into 3 into 1 3 0 0 ഇപ്പൊ രണ്ട് സെയിം ഓർഡർ ആയ രണ്ട് ഡയഗ്രാം മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്താൽ സെയിം ഓർഡർ ആയ രണ്ട് ഡയഗ്രാം മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് അത് എ ബിയും ബി എയും എന്താവും ഈക്വൽ ആവും. നിങ്ങൾക്ക് എ ബിയും ബി എയും ഈക്വൽ ആവാണെങ്കിൽ സെയിം ഓർഡറുള്ള രണ്ട് ഡയഗ്രാം മെട്രിക്സ് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഓക്കെ, സെയിം ഓർഡറുള്ള രണ്ട് ഡയഗ്രാം മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്താൽ അപ്പോൾ ആ റിലേറ്റീവ് വ്യൂ സെയിം ഓർഡർ രണ്ട് ഡയഗ്രാം മെട്രിക്സ് അത് മൾട്ടിപ്ലൈ എ ബി അതേപോലെ തിരിച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ബി എ അത് രണ്ട് ഈക്വൽ ആവും. ഈ കേസിൽ മാത്രമാണ് എ ബിയും ബി എയും ഈക്വൽ ആവുക. ഈ കേസിൽ രണ്ട് ഡയഗ്രാം മെട്രിക്സ് സെയിം ഓർഡർ രണ്ട് ഡയഗ്രാം മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എയും ബി എയും ഈക്വൽ ആവും. ഇനി രണ്ട് മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്താൽ എയും ബിയും ആൻസർ ചെയ്യാൻ കഴിയും. ഇപ്പൊ രണ്ടെണ്ണം ഈ മെട്രിക്സിന്റെ കേസിൽ രണ്ട് മെട്രിക്സ് ഈ രണ്ട് നമ്പർ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ മെട്രിക്സിന്റെ കേസിൽ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ 0 കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 തന്നെ. ഇപ്പൊ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 തന്നെ. ഒന്നെങ്കിൽ 0 തന്നെ, അല്ലെങ്കിൽ ബി 0 തന്നെ, അല്ലെങ്കിൽ രണ്ടും 0 തന്നെ. അപ്പൊ എ ബി രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 മെട്രിക്സ് കിട്ടണമെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് 0 മെട്രിക്സ് വരണോ? വേണ്ട. ഇപ്പൊ എക്സാമ്പിൾ എടുക്കാം. എ 0 0 1 ബി 1 4 0 0 ഇത് രണ്ടും മൾട്ടിപ്ലൈ എ ബി ഓർഡർ സെയിം ആണ്. ഓർഡർ എന്തെങ്കിലും ഓർഡർ സെയിം ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യട്ടോ. ഓർഡർ ഈക്വൽ ആവും. രണ്ടിന്റെ ഓർഡർ സെയിം ആണെങ്കിൽ മൾട്ടിപ്ലൈ. ഇനി രണ്ടിന്റെ ഓർഡർ സെയിം ആയ സ്ക്വയർ മെട്രിക്സ് ആണ്. രണ്ടിന്റെ ഓർഡർ സെയിം ആയ സ്ക്വയർ മെട്രിക്സ് ആണ്. രണ്ടിന്റെ ഓർഡർ സെയിം ആയ സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് ഉണ്ടെങ്കിൽ രണ്ടിന്റെ ഓർഡർ സെയിം ആയ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോ 1 2 3 4 5 6 1 3 5 6 7 8 ഇത് 3/2 ആണ്. 3/2 ആണ്. രണ്ടിന്റെ ഓർഡർ സെയിം ആണ്. പക്ഷെ ഇത് രണ്ടല്ല ഈക്വൽ അല്ല. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. രണ്ടിന്റെ ഓർഡർ സെയിം ആയ സ്ക്വയർ മെട്രിക്സ് ആണ് മൾട്ടിപ്ലൈ. അപ്പൊ 0 into 1 1 into 0 0 into 4 1 into 0 into 1 0 into 2 0 into 4 0 0 0 0. അപ്പൊ രണ്ടിനും 0 മെട്രിക്സ് അല്ല. എ 0 മെട്രിക്സ് അല്ല, ബിയും 0 മെട്രിക്സ് അല്ല. അപ്പൊ എ ബി 0 വരണമെങ്കിൽ എയോ 0 വരേണ്ട ആവശ്യമില്ല. അതിനൊരു എക്സാമ്പിളാണ്. സാധാരണ നമ്പറിന്റെ കേസിൽ രണ്ടോ മൾട്ടിപ്ലൈ ചെയ്ത 0 വരണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആവും. പക്ഷെ മെട്രിക്സ് അങ്ങനെയല്ല. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ 0 വരണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് കോമ്പറ്റിനൊക്കെ കമ്മ്യൂണിറ്റേറ്റീവ് അല്ല എന്നതിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുള്ളതാണ്. കമ്മ്യൂണിറ്റേറ്റീവ് അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൂടി മനസ്സിലായി. ഇനി അടുത്തത് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് ആണ് മൾട്ടിപ്ലിക്കേഷൻ. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി
associated. അതായത് A, B, C. A, B, C നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അഡീഷൻ പോകുന്നതിന് മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമുള്ളൂ. 3 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു കുട്ടി ആദ്യത്തെ 2 മൾട്ടിപ്ലൈ ചെയ്യും, മൂന്നാമത്തെ മൾട്ടിപ്ലൈ ചെയ്യും. വേറെ കുട്ടിക്ക് ലാസ്റ്റ് 2 മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് അതിനോട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 രീതി ചെയ്താൽ ആൻസർ ഉണ്ടായിരിക്കും സെയിം. ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് 2 മൾട്ടിപ്ലൈ ചെയ്ത് മൂന്നാമത്തോട് മൾട്ടിപ്ലൈ ചെയ്താൽ ലാസ്റ്റ് 2 മൾട്ടിപ്ലൈ ഫസ്റ്റ് ലാസ്റ്റ് 2 മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ശരിയാണ്. Distributed. A into B plus C matrix ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ട് A into B plus C എന്ന് പറഞ്ഞാൽ AB plus AC മാട്രിക്സ്. AB plus AC മാട്രിക്സ്. A into B plus C എന്ന് പറഞ്ഞാൽ AB plus AC എന്നായി distributed. അതുപോലെ A plus C into C. അത് കാണുന്നത് തിരിച്ചിട്ടുള്ള പദം തന്നെ. A plus C into C. എന്നിട്ട് അതന്നെ മൊബൈൽ ചെയ്യും. AC plus BC. അറിയുന്ന കാര്യം ഇങ്ങനെ തന്നെ ഈ ഓർമ്മ AC അതേപോലെ BC. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. Multiplicative identity. Multiplicative identity. ഒരു മാട്രിക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് ആ മാട്രിക്സ് തന്നെ കിട്ടുക? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അത് പഠിച്ചു കൊടുക്കുക. ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് കൊടുത്തിരിക്കുക. ഒരു സ്ക്വയർ മാട്രിക്സ് വരും. ഒരു സ്ക്വയർ മാട്രിക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താണ് അതേ സ്ക്വയർ മാട്രിക്സ് കിട്ടുക? ഐഡന്റിറ്റി മാട്രിക്സോ മൾട്ടിപ്പിൾ ചെയ്താലാണ് അത് തന്നെ വരിക. അപ്പോൾ ഐഡന്റിറ്റി ഒരു സ്ക്വയർ മാട്രിക്സ് ഐഡന്റിറ്റി മാട്രിക്സ് ആ മാട്രിക്സ് തന്നെ ആയിരിക്കും. ആ ഐക്ക് വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഇനി അതേപോലെ ഒരു ഐ ഇൻറ്റു ഒരു സ്ക്വയർ മാട്രിക്സ് ചെയ്താലും എ തന്നെ ആയിരിക്കും. അപ്പൊ ഈ റിസൾട്ട് ഒന്ന് പഠിച്ചു കൊടുക്കുക. ഒരു സ്ക്വയർ മാട്രിക്സ് ഇൻറ്റു ഐഡന്റിറ്റി മാട്രിക്സ്, അതേപോലെ ഐഡന്റിറ്റി മാട്രിക്സ് ഇൻറ്റു ഒരു സ്ക്വയർ മാട്രിക്സ് എന്ന് പറയുന്നത് ആ സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും. Okay. In multiplicative inverse, എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് അത് ലാസ്റ്റ് സെക്ഷനിലാണെങ്കിലും പറയട്ടോ. ആ ഇൻവേഴ്സൊക്കെ ലാസ്റ്റിലേക്കാണെന്ന് പറയാം. എന്തായാലും ഐഡന്റിറ്റി പഠിക്കും. ലാസ്റ്റ് സെക്ഷൻ എടുക്കുന്ന ഐഡന്റി ഇൻവേഴ്സിനെ കുറിച്ചിട്ട് പറയും. റെഡിയായി ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ ഓപ്പറേഷനൊക്കെ പറയുമ്പോൾ ആ കേസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻവേഴ്സിനെ കുറിച്ചിട്ട് പറയും. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ചെയ്യും. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ്. Another question. Sorry. Good question. X, Y, Z, and T. Solve the equation of X, Y, Z, and T. If
into xz yt equal to 3 into 1 minus 1 0 2. Equal to plus sum plus equal to 3 into 3 5 4 6 3 5 4 6. ഇങ്ങനെയാണെങ്കിൽ എക്സും വൈയുടെയും സെറ്റിന്റെയും ടിന്റെയും വാല്യൂ എക്സ് വൈ സെറ്റ് ആൻഡ് ടി ഇത് ഈക്വൽ ഇതാണ്. ഒരു കോൺസ്റ്റന്റ് നമുക്കറിയാം എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 2x 2z 2y 2. ഈ കോൺസ്റ്റന്റ് മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ എല്ലാത്തിനെയും അതിനൊരു കാര്യം മനസ്സിലാക്കാം. ഈ മാട്രിക്സിന്റെ ഉള്ളിൽ എല്ലാ എലമെന്റിനും നിങ്ങൾക്ക് ഒരു കോമൺ എടുക്കാൻ പറ്റുമെങ്കിൽ പുറത്തോട്ടേക്ക് എടുക്കുക ചെയ്യാം. ഇത് എല്ലാ എലമെന്റിനും 2 ഇൻറ്റു ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഇൻറ്റു കോമൺ ഉണ്ടെങ്കിൽ ആ കോമൺ ഇൻറ്റു പുറത്തോട്ടാണ്. എങ്ങനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാല് അപ്പൊ ഉള്ളിൽ എല്ലാത്തിനും കോമൺ ഉണ്ടെങ്കിൽ അത് പുറത്തോട്ടേക്ക് എടുക്കാം. അപ്പൊ ഇതിലെല്ലാത്തിനും 2 ഉണ്ട്, അത് പുറത്തേക്ക് ഇടാം. അപ്പൊ 2 പുറത്ത് വരും, 2 ഇൻറ്റു. ഓക്കെ, അങ്ങനെ ചിന്തിക്കാമല്ലോ. പുറത്തോട്ടേക്ക് എടുക്കാം ആവശ്യം. 3 കൊണ്ടുവരുന്നുണ്ട്, 3 മൈനസ് 3 0 6. 9 5 15 12 18. അപ്പോ രണ്ട് മാട്രിക്സ് ആഡ് ചെയ്യാം. കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്യാം. 2x plus 3 2z minus 3 2y plus 0 2p plus 6 equal to 9 15 12 18. അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അതിന്റെ മാട്രിക്സിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. 2x plus 3 9 2z minus 3 15 2y 12 2t plus 6 18 2x 9 minus 3 6 x 3 2z 15 plus 3 18 z 9 y 6 12 by 2 6 2t 12 t 6. അപ്പോൾ x കിട്ടി, z കിട്ടി, y കിട്ടി, t കിട്ടി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. Given given 3 into x, y, z, w equal to x 6 minus 1 2w plus 4 x plus y z plus w z plus w 3. Find the values of x, y, z, w. Find the values of x, y, z and w. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഈക്വലിറ്റി ഇത് പ്ലസ് ഇതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യും. വൈറ്റുള്ള രണ്ടും തമ്മിൽ ആഡ് ചെയ്യും. അപ്പൊ എക്സും 4 എക്സ് പ്ലസ് 4 എക്സ് പ്ലസ് 9 പ്ലസ് 6 z plus w minus 1 2w plus 3. Left side of the 3 on multiplier. 3x 3y 3z 3w. But രണ്ട് തമ്മിൽ ഇക്വലിറ്റി corresponding elements are equal. 3x is equal to x plus 1. 3y equal to x plus y plus 6.
3z equal to z plus w minus 1. 3w equal to 2w plus 3. ഇതിൽ നിന്ന് x ഇങ്ങോട്ട് വരുമ്പോൾ 2x is equal to 4 എന്ന് കിട്ടും. x is equal to 4 by 2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് x 2 എന്നത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3y equal to 2 plus y plus 6. ഇതിന്റെ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാം. അപ്പോൾ ഇതിൽ നിന്ന് y ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2y equal to 2 plus 6 8 y 4 ആണ്. ഇനി അടുത്ത ഈക്വൽ ചെയ്യാം. 3z equal to z plus w minus 1. 3w equal to 2w plus 3. ഇതിൽ നിന്ന് 2w നിന്ന് w equal to 3. അത് w to 3 കൊടുക്കുക. 3z equal to z plus 3 minus 1. 3z equal to z plus 2. ഈ z ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ 2z equal to 2. അപ്പോൾ z equal to 1. z equal to 1 എന്ന് കിട്ടും. x is equal to 2 എന്ന് കിട്ടും. y equal to 4 എന്ന് കിട്ടും. w equal to 3 എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായാലും ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താൽ അത് നമുക്ക് ചെയ്യാം. സിംപ്ലിഫൈ. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കൂടെ ടൈമുകൾ കിട്ടും. ഏത് ടൈമിലാവാം. സിംപ്ലിഫൈ cos theta into cos theta sin theta minus sin theta cos theta plus sin theta into sin theta minus cos theta cos theta sin theta. ഇതിനെ സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ കോസ് തീറ്റനെ കൊണ്ട് ഇത് വലിയ നമ്പറിനെ കൊണ്ട് ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യും. കോസ് സ്ക്വയർ തീറ്റ കോസ് തീറ്റ കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ cos theta into cos theta cos square theta sin theta എന്ന് പറയുന്നത് sin square theta minus sin theta cos theta sin theta cos theta sin square theta ഈ sin theta നെ ഉള്ളിലേക്ക് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യും. ഇനി കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. cos square theta plus sin square theta cos theta sin theta minus sin theta cos theta ഈ രണ്ട് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യാം. അത് മൈനസ് cos theta sin theta ഈ രണ്ട് എലമെന്റ് ആഡ് ചെയ്യാം. പ്ലസ് sin theta cos theta അത് രണ്ട് കറസ്പോണ്ടിങ് എലമെന്റ് അഡീഷൻ എന്നത് കറസ്പോണ്ടിങ് എലമെന്റ് ആയിരിക്കും. cos square theta plus sin square theta cos square theta plus sin square theta ആണ് 1 ആണ്. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 0 ആണ്. മറ്റൊരു 0 ആണ്. ഇത് 1 ആണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ ഐഡന്റിറ്റി മാട്രിക്സ് ആണ് കിട്ടുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. A equal to is A equal to 1 0 2 0 2 1 2 0 2 1 0 2 0 2 1 2 0 2. Prove that a cube minus 6a square plus
7a plus 2i equal to 0. A equal to അതാണ് a cube minus 6a square plus 7a plus 2i equal to 0 എന്നുള്ളത് എഴുതാം. പ്രൂവ് ചെയ്യും. ആദ്യം നിങ്ങൾക്ക് a ക്യൂബ് കാണാം. അതിന് a ചെയ്യും. അത് a കാണാം. പിന്നെ അത് ഒന്നുകൂടി ആയതുകൊണ്ട് പറഞ്ഞില്ല. അപ്പൊ a കാണും. അപ്പൊ അത് a ക്യൂബ് എന്ന് പറഞ്ഞാൽ a ആണ്. അപ്പൊ ആദ്യം a സ്ക്വയർ കാണാം. എന്നിട്ട് അതിന് ഏനോട് മതി a എന്ന് പറഞ്ഞാൽ a സ്ക്വയർ ആണ്. എന്നിട്ട് അതിന് ഏനോട് മൾട്ടിപ്ലൈ ചെയ്ത a ക്യൂബ്. ആദ്യം നമ്മൾ a സ്ക്വയർ കാണും. പിന്നെ നമ്മുടെ a സ്ക്വയർ ഏനോട് മൾട്ടിപ്ലൈ ചെയ്ത് a ക്യൂബ് കാണും. അപ്പൊ a എന്താണെന്ന് നമുക്കറിയാം. 1 0 2 0 2 1 2 0 2 ഇത് ഏതെന്ന് എടുക്കാം. 1 0 2 0 2 1 2 0 2 yes sir corresponding element of double multiply with add 1 into 1 നിങ്ങൾ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണോ. 0 into 0 plus 2 into 2 1 into 0 0 into 2 2 into 0 2 into 2 1 into 1 sorry 1 into 1 0 into 0 2 into 2 1 into 0 0 into 2 2 into 0 അടുത്തത് 1 into 2 0 into 1 2 into 2 അടുത്ത റോയിൽ പോകണം. 0 into 1 2 into 0 1 into 2 0 into 0 2 into 2 1 into 0 0 into 2 2 into 1 1 into 2 അടുത്തത് 2 into 1 0 into 0 3 into 2 2 into 0 0 into 2 3 into 0 and then 2 into 2 0 into 1 3 into 2 എല്ലാവരും ഇപ്പോൾ ഒറ്റമാണ് അവസ്ഥ 1 plus 4 5 0 8 2 4 5 8 0 30 S square. S square into A ആണ് A2. S square into A ചെയ്താൽ A2. But 5 0 8 2 4 5 8 0 30. അതിനെ A നോട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 0 2 0 2 1 2 0 2 ഇവിടെ നേരിട്ട് എഴുതുക. അത് ഓരോന്നും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. 5 into 1 മൾട്ടിപ്ലൈ ചെയ്ത് 5 into 1 plus 0 into 0 plus 8 into 2 അടുത്തത് 5 into 0 plus 0 into 2 plus 8 into 0 അടുത്തത് 5 into 2 plus 0 into 1 plus 8 into 3 അടുത്തത്
2 into 1, 4 into 0, 5 into 2. 2 into 0, 4 into 2, plus 5 into 0. 2 into 2, plus 4 into 1, plus 5 into 2. 8 into 1, plus 0 into 0, plus 13 into 2. 8 into 0, plus 0 into 2, plus 13 into 0. 8 into 2 plus 0 into 1 plus 13 into 2. 5 plus 16, 0. 0. 10 plus 24, 34. 2 plus 10, 12. 8. 4 plus 4, 8 plus 15, 23. 26, 34. 0. 39, 49, 55. Okay, നമുക്ക് A cube കിട്ടി, A square കിട്ടി, A വേണ്ടേ, ഈ ഐഡന്റിറ്റി മെട്രിക്സ് വേണ്ടത് നമുക്ക് 3A ഓർഡർ 3 വഴി വേണം. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഓർഡർ 3 വഴി 1 0 0 0 1 0 0 0 1 ഇതാണ് എടുക്കേണ്ടത്. അപ്പോൾ A cube നമുക്കറിയാം 21 0 34 12 8 23 34 0 55 minus 6A square. A square 6 1 particular 30 0 48 12 24 30 0 78 plus 7A 7 0 0 7 and 8 multiplier 14 0 21 plus 2I 2 0 0 0 2 0 0 0 2. Corresponding element corresponding element add 21 minus 30 minus 9 plus 7 plus 2 0. 0 plus 0 plus 0 plus 0. 34 minus 48 minus 40 plus 40 0 plus 0 0. 12 minus 12 0. 12 minus 12 0 plus 0 0 0. 8 minus 24 minus 16 plus 14 minus 2 plus 2 0. 12 23 minus 30 minus 7 plus 7 plus 0 0. 34 minus 14 minus 14 plus 14 0 plus 0 0. 0 minus 0 0 plus 0 0. 55 minus 78 minus 23 plus 21 minus 2 plus 2 0 equal to 0. 0 ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ഓക്കെ.